അനവധിയായ ചടങ്ങുകളൊക്കെ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ മാത്രമായിട്ട് നമുക്ക് ദർശിക്കാവുന്ന വിശേഷമായിട്ടുള്ള ചടങ്ങുകളാണ്. വെച്ചാൽ എവിടെയും ആവാഹിച്ച് പൂജിക്കാവുന്ന ശീക്രം പ്രസാദിക്കുന്ന ദേവതാഭാവങ്ങളിൽ വളരെ ശ്രേഷ്ഠമതികളാണ് ഭഗവതി ഭദ്രകാളി എന്നാ പറയുന്നത്. ഹരിയോം, നമസ്തേ. ഞാൻ സുദർശൻജി മേഴത്തൂർ. കൊടുങ്ങല്ലൂർ ഭരണിയുടെ വിശേഷമാണ് നാം ഇന്ന് സംവദിക്കുന്നത്. ഭഗവതിയെ സംബന്ധിച്ചിടത്തോളം കുംഭമാസത്തിലെ ഭരണി ചെറുഭരണി എന്നും മീനമാസത്തിലെ ഭരണി വലിയ ഭരണി എന്നും അറിയപ്പെടുന്നത്. ഈ നക്ഷത്രത്തിന് എന്താ അത്രയും പ്രാധാന്യം? നമ്മുടെ ഈ 2026 ഇതാ നമ്മുടെ തൊട്ടു മുമ്പിലായി. ഇംഗ്ലീഷ് മാസം മാർച്ച് 22-ാം തീയതി ഞായറാഴ്ചയാണല്ലോ ഭഗവതിയുടെ ഭരണി ദിവസം. ഈ കഴിഞ്ഞ മാസം കുംഭമാസത്തിലെ ഭരണി മുതൽക്ക് ഈ ഭരണി വരെ ഉപാസകന്മാർ അനവധിയായ ചടങ്ങുകൾക്ക് സാക്ഷിയാവുകയാണ്. സാധാരണ നമ്മുടെ കേരളീയ ക്ഷേത്രഘടനകൾക്ക് അതീതമായ അതിവിപുലമായ ചടങ്ങുകൾ, പ്രത്യേകിച്ച് അവിടെ കൂറ നാട്ടില് കോഴിക്കല്ല് മോഡൽ തുടങ്ങിയിട്ടുള്ള അനവധിയായ ചടങ്ങുകളൊക്കെ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ മാത്രമായിട്ട് നമുക്ക് ദർശിക്കാവുന്ന വിശേഷമായിട്ടുള്ള ചടങ്ങുകളാണ്. ആ ഭരണി ദിവസം ഭഗവതിയെ പ്രാർത്ഥിക്കുക, ആ സമയങ്ങളിലൊക്കെയും തന്നെ ദേവിയെ ദർശിക്കുക ബഹുവിശേഷമാണ്. ഇതിന്റെ ചരിത്രം ആരംഭിക്കുന്നത് യഥാർത്ഥത്തില് ധാരികവധത്തിനായി ഭഗവതി പുറപ്പെടുന്ന ദിവസമാണ് അത്ര യഥാർത്ഥത്തില് കുംഭഭരണി. കുംഭഭരണിയുടെ പ്രാധാന്യം തന്നെ ഭഗവതിയുടെ യുദ്ധത്തിനുള്ള ഒരു പുറപ്പാടാണ്. ഭക്തന്മാരും അതേ രീതിയിൽ സജ്ജാവണം, വ്രതനിഷ്ഠകളോടുകൂടി സജ്ജാവണം എന്നുള്ളതാണ്. ദേവിയുടെ ഉപാസനാക്രമങ്ങളൊക്കെ വളരെ വിശേഷമാണ്. മറ്റു ദേവതകളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടാണ് ഭഗവതിയെ. കാരണം ഏതൊരു സാധാരണക്കാരനും കൊടുങ്ങല്ലൂരമ്മ കുറച്ചുകൂടെ എല്ലാവർക്കും വേദ്യമായിട്ടുള്ളൊരു ഭഗവതിയാണല്ലോ. തന്ത്രശാസ്ത്രത്തിൽ തന്നെ ആരാധ്യ ദേവതകളിൽ ഏറ്റവും ക്ഷിപ്രപ്രസാദമുള്ള 2 ദേവതാഭാവങ്ങളെ പറയണത് ഗണപതിയും അതുപോലെ ഭദ്രകാളിയും എന്നാണ് സങ്കല്പം പറയുന്നത്. വെച്ചാൽ എവിടെയും ആവാഹിച്ച് പൂജിക്കാവുന്ന ശീക്രം പ്രസാദിക്കുന്ന ദേവതാഭാവങ്ങളിൽ വളരെ ശ്രേഷ്ഠമതികളാണ് ഭഗവതി ഭദ്രകാളി എന്നാ പറയുന്നത്. ഗണപതിക്കും അങ്ങനെ ഒരു ഗുണമുണ്ട് അത്ര. ഗണപതി എവിടെയും നമുക്ക് ആരാധിക്കാം. ശീക്രം തന്നെ ഗണപതി ഹോമം നടത്താം, ഗണപതിയെ പ്രീതിപ്പെടുത്താം. അത് വളരെ എളുപ്പമാണെന്നാ പറയുന്നത്. ഭദ്രകാളി അങ്ങനെ തന്നെയാണ്. മനസ്സുകൊണ്ട് ഭഗവതിയെ ഒന്ന് ധ്യാനിച്ച് ജപിച്ച് ഉപാസിക്കയിൽ തന്നെ നമ്മുടെ അനുഗ്രഹം, ഭഗവതിയുടെ അനുഗ്രഹം തീർച്ചയായിട്ടും നമുക്ക് വന്നു ചേരുന്നതാണ് പറയുന്നത്. പ്രത്യേകിച്ച് അതുകൊണ്ട് ധാരികവധത്തിന് പുറപ്പെടുന്ന ദിവസമാണ് കുംഭഭരണി. അസുര നിഗ്രഹം കഴിഞ്ഞ് വിജയത്തോടുകൂടിയുള്ള ഭഗവതിയുടെ പുറപ്പാടാണ് യഥാർത്ഥത്തിൽ മീനഭരണി എന്നും പറയുന്നത്. മീനഭരണിയുടെ വലിയൊരു പ്രാധാന്യം അതാണ്. യുദ്ധവിജയം നേടി ഭഗവതി പുറപ്പെട്ടു വരുന്ന ഒരു സമയം എന്നുള്ളൊരു വലിയ പ്രാധാന്യമുണ്ട് മീനഭരണിക്ക്. തീർച്ചയായും ഭക്തര് ഈ സമയങ്ങളിൽ വ്രതനിഷ്ഠകളോടുകൂടി ഭഗവതിയെ ഉപാസിക്കുക. പ്രത്യേകിച്ച് ചൊവ്വാഴ്ചകളിൽ ആരംഭിച്ച് രാവിലെ കുളിയും ഇഷ്ടദേവതാ ധ്യാനങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം ആ ഭദ്രകാളി ധ്യാനങ്ങൾ, ഭദ്രകാളി 10 തുടങ്ങിയിട്ടുള്ള മന്ത്രങ്ങൾ, ലളിതാ സഹസ്രനാമം ജപിക്കുക. ലളിതാ സഹസ്രനാമം അല്ലെങ്കിൽ ഭദ്രകാളി സഹസ്രനാമം എന്ന് ദേവി ബുക്ക് സ്റ്റാളിലൊക്കെ ധാരാളം ലഭിക്കേണ്ട പുസ്തകം. ഭദ്രകാളി സഹസ്രനാമുണ്ട്, ഭദ്രകാളി അഷ്ടോത്തര മന്ത്രമുണ്ട്. അതൊക്കെ ജപിച്ച് ഭഗവതിയെ ഉപാസിക്കുന്നത് അത്യന്തം വിശേഷമാണ്. പ്രത്യേകിച്ച് ശത്രു ഭയ ദുരിതങ്ങൾക്കൊക്കെ ഒരു വലിയ നിവർത്തി വന്നു ചേരാൻ ഈ ഭരണി മാസങ്ങളിൽ ഭഗവതി ഉപാസിക്കുക. ഭരണി ദിവസമൊക്കെ ഇപ്പോൾ ക്ഷേത്രത്തിൽ വലിയ തിരക്കാണ്. അശ്വതിക്കാവുതേണ്ടലൊക്കെ വളരെ വിശേഷമായിട്ടുള്ള ചടങ്ങാണ്. ആ സമയത്ത് അകത്ത് നടക്കുന്ന യാമപൂജകൾ വലിയ പ്രാധാന്യമാണ്. പ്രഭാതത്തിൽ തുടങ്ങി പ്രദോഷം വരെയും ഒരു ദിവസത്തെ തന്നെ 6 യാമങ്ങളായിട്ട് രാവിലെ ഇങ്ങനെ വെളുപ്പിന് തുടങ്ങിക്കഴിഞ്ഞാൽ 2 മണി മുതൽക്ക് ഇങ്ങനെ 6 മണി വരെയുള്ള സമയത്തെ സരസ്വതി യാമെന്നും, അത് കഴിഞ്ഞിട്ട് പിന്നീട് 10 മണി വരെ ശ്രീ ഭഗവതിയുടെ യാമെന്നും, പിന്നീട് തുടർച്ചയായിട്ട് അങ്ങനെ ദുർഗയുടെയും പാർവതിയുടെയും, രാത്രിയോളം വരുമ്പോഴേക്കും ഭദ്രകാളിയുടെ യാമങ്ങളൊക്കെ വളരെ വിശേഷമാണ്. ഓരോരോ യാമങ്ങളിൽ ഭഗവതിയെ വിശേഷമായ ഭാവങ്ങളിൽ പൂജിക്കുന്ന വളരെ ഗുപ്തവും ഗോപ്യവുമായ പൂജാ സമ്പ്രദായങ്ങളാണ് കൊടുങ്ങല്ലൂരിൽ. പ്രത്യേകിച്ച് അശ്വതിക്ക് ആരംഭിക്കുന്ന വിശേഷമായിട്ടുള്ള ഈ പൂജകളൊക്കെ ആ സമയത്ത് ആ ദേവതയുടെ ശക്തിയും ചൈതന്യവും കേരളക്കരയാകെ വ്യാപിച്ചിരിക്കണമെന്നാണ് സങ്കല്പം. കേരളദേശത്തിന്റെ രക്ഷകരായിരുന്നല്ലോ, രക്ഷകന്മാർ തന്നെയാണല്ലോ ഈ ഭഗവതിമാര്. ഉത്തര കേരളത്തിലേക്ക് വരുമ്പോൾ മൂകാംബികയും, ദക്ഷിണ ഭാരതത്തിലേക്ക് വരുമ്പോൾ ഭഗവതി കന്യാകുമാരിയായിട്ടും, വടക്കും തെക്കുമായിട്ട് ഹേമാംബികയായിട്ടും ജഗദംബികയായും ഭഗവതി വസിക്കുമ്പോൾ കൊടുങ്ങല്ലൂർ എന്ന് പറയുന്ന ആ തീരപ്രദേശത്ത് ഭഗവതി മധ്യ കേരളത്തിലെ മറ്റ് ദേവതകൾക്കൊക്കെ മൂലസ്വരൂപിയായിട്ട് വസിക്കുമ്പോൾ ആ ഭരണി സമയത്ത് ഭഗവതിയുടെ ശക്തി, പ്രത്യേകിച്ച് ഉപാസകന്മാർ ഒരു വർഷക്കാലം കൊണ്ട് ഉപാസിച്ച്, നാം നേരത്തെ പറഞ്ഞുല്ലോ മറ്റൊരു വീഡിയോയില്, കൊടുങ്ങല്ലൂരിൽ നിന്ന് ഉപാസിച്ചു കൊണ്ടുപോയ ദേവതകളെ അനവധിയായ കുടുംബക്ഷേത്രങ്ങളിൽ വെച്ച് ആരാധിക്കുന്നുണ്ട് അല്ലെ. ആ അനന്തമെന്നേ പറയാനുള്ളൂ, എണ്ണമൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. അത്ര അനന്തമായ ക്ഷേത്രങ്ങളിൽ, വടക്കൻ കേരളത്തിലെ അനവധി ക്ഷേത്രങ്ങളിൽ
കുടുംബക്ഷേത്രങ്ങളിൽ കുടുംബപരദേവതയായിട്ടും അല്ലെങ്കിൽ തറവാട്ട് ദേവതയായിട്ടും ഭഗവതിയെ ഉപാസിച്ച് ആ ഉപാസന ചൈതന്യം ഇങ്ങനെ സമ്മേളിക്കുന്ന ഒരു സമയമാണ് ഭരണി സമയം. ആ സമയത്ത് ജപത്തിനും ഉപാസനയ്ക്കും വ്രതത്തിനും ഒക്കെ വലിയ പ്രാധാന്യമുണ്ട്. തീർച്ചയായിട്ടും കൊടുങ്ങല്ലൂർ അമ്മയെ അവരവരുടെ ഗ്രഹങ്ങളിൽ ഇനിയിപ്പോൾ ക്ഷേത്രത്തിൽ ചെന്ന് പോയി പ്രാർത്ഥിക്കാൻ സാധിച്ചില്ലെങ്കിലും പ്രത്യേകിച്ച് ആ ഭരണി ദിവസം പ്രാവശ്യം ഞായറാഴ്ചയും കൂടെ വരുന്നതുകൊണ്ട് ബഹുവിശേഷമാണ്. അപ്പൊ അവരവരുടെ ഗ്രഹങ്ങളിൽ ഇരുന്നിട്ട്, വരാൻ സാധിക്കാത്തവരുടെ കാര്യമാണ് പറയണത്, സാധിക്കാത്തവർക്കും അതത് ഗൃഹങ്ങളിൽ രാവിലെ ഇരുന്ന് പ്രത്യേകിച്ച് വ്രതോപാസനകളോടുകൂടി ഭഗവതിയെ മനസ്സിൽ ധ്യാനിച്ച് ഭഗവതിയുടെ ചിത്രമോ അല്ലെങ്കിൽ ഒരു ദീപത്തിലോ, ഭഗവതിയെ സംബന്ധിച്ച് ഇത് അഗ്നി കൊണ്ട് സംഭൂതയാണ്, ഭഗവതി അഗ്നി സ്വരൂപമാണ്. ഒരു വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചാൽ, പ്രത്യേകിച്ച് നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുക വെച്ചാൽ ഭഗവതിക്ക് ബഹുവിശേഷം. അപ്പൊ അവരവരുടെ പൂജാമുറിയിലാവട്ടെ അല്ലെങ്കിൽ അവരവർ ഇരുന്ന് നാമം ജപിക്കുന്ന സ്ഥലമാവട്ടെ, അവിടെ ഒരു നെയ്വിളക്ക് കത്തിച്ച് വെച്ച് ഭദ്രകാളി പത്ത് ജപിക്കണത് വളരെ വിശേഷമാണ് ഭഗവതിക്ക്. കൊടുങ്ങല്ലൂർ അമ്മയെ ഒന്നും കൂടെ ധ്യാനിച്ചിട്ട് ആ ദിവസം കൂടെ ആകുമ്പോൾ അതിന് അനന്തമായൊരു ശക്തിയാണ്. അവരവർക്ക് സാധിക്കണ മാതിരി വ്രതങ്ങളൊക്കെ എടുക്കുക. അവരുടെ മുമ്പേ വ്രതങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഉപാസനയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നിർജ്ജലായിട്ട് എടുക്കാം, ഭോജനരഹിതമായിട്ട് എടുക്കാം, അവർക്ക് അന്നപാനാദികൾ ഉപേക്ഷിച്ചിട്ടാവാം, അല്ലെങ്കിൽ ലഘുഭക്ഷണങ്ങളോ സത്വികാഹാരങ്ങളോ കഴിച്ചിട്ടാവാം. എന്തായാലും അതൊക്കെ ഭഗവതിക്കൊരു ഒരുപിടി മലരോ ഒരു ഫലോ അല്ലെങ്കിൽ ഇഷ്ടവസ്തുക്കളോ ശർക്കരയോ നിവേദിച്ച് പ്രാർത്ഥിച്ചു വെച്ചിട്ടും ആവാം പ്രാർത്ഥനകളൊക്കെ. ആ ഭരണി ദിവസത്തെ ആരാധനാക്രമങ്ങൾക്ക് വലിയൊരു ശക്തിയാണ്, ചൈതന്യമാണ് എന്നുള്ളതിൽ സംശയമില്ല. പ്രത്യേകിച്ച് ആ കാവുതിട്ടുന്ന സമയത്തൊക്കെ ദാരികവധം ചെയ്ത് ഭഗവതി വിജയത്തിന്റെ പ്രതീകമായിട്ട് എഴുന്നള്ളി വരുന്ന സമയമാണ് അത്രേ. അതുകൊണ്ട് കാര്യവിജയം വരാൻ വേണ്ടിയിട്ടും ഭരണി വ്രതം ഞായറാഴ്ച ആയതുകൊണ്ട് പ്രൊഫഷണൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഒഴിവ് ദിവസമാണ്. അതുകൊണ്ട് ആ സമയത്ത് ആ ദിവസം കുറച്ചു നേരമെങ്കിലും ഉച്ചവരെയെങ്കിലുള്ള സമയം ഭഗവതി ഒന്ന് ഭജിക്കണത് കൊണ്ട് അത്യന്തം വിശേഷവും അനുഗ്രഹവും വന്നു ചേരും എന്നുള്ളതിൽ സമയമില്ല. ഒരു ഭരണി ദിവസം ഒരു വ്രതം പോലെ കണ്ട് എല്ലാ സജ്ജനങ്ങളും അതെടുക്കാനും ഭഗവതിയെ ധ്യാനിച്ച് ജപിച്ച് ഉപാസിക്കാനും സാധിക്കുന്ന ഒരു ദിവസമാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്ര ദർശനവും. അനുബന്ധമായ ഈ ദിവസങ്ങളിലൊക്കെ തന്നെ ഭഗവതിയെ ധ്യാനിക്കുകയും ജപിക്കുകയും ഉപാസിക്കുകയും ചെയ്യണത് അത്യന്തം വിശേഷമാണ്, അനുഗ്രഹമാണ്. അതിന് ഭക്തന്മാർക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭരണി വ്രതം എല്ലാ പ്രകാരത്തെങ്കിലും അനുഗ്രഹീതമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിഷയവുമായി മറ്റൊരു അധ്യായത്തിൽ കാണാം.